ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ജ്യോതിസ് കിച്ചൻ. ഇന്ന് നമുക്ക് രണ്ട് സമ്മർ സ്പെഷ്യൽ ഡ്രിങ്ക്സാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത് മസ്ക് മിലൻ മിൽക്ക് ഷേക്കും രണ്ടാമത് ട്രിവാൻഡ്രം സ്പെഷ്യൽ നൊങ്ക് സർബത്താണ്. ഇത് രണ്ടും നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഡ്രിങ്ക്സാണ്. ഇത് എല്ലാ സ്ഥലത്തും എല്ലാ കാലഘട്ടത്തിലും കിട്ടുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വരൂ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് മസ്ക് മിലൻ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. മസ്ക് മിലൻ വാട്ടർ മിലൻ പോലെ തന്നെ ഇപ്പോൾ സുലഭമായി കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ്. ഇത് നല്ല മധുരവും ബെനിഫിറ്റ്സും കൂടിയുള്ള ഒരു ഫ്രൂട്ടാണ്. ഇത് വാങ്ങിച്ചിട്ട് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ക്യൂബ്സായിട്ട് വെട്ടിയെടുക്കാം. ഈ ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് വെട്ടിയെടുത്ത മസ്ക് മിലൻ നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് ഇടണം. ഇത് കുറച്ച് മധുരമുള്ളതാണ്, എന്നാലും നമുക്ക് കുറച്ച് പഞ്ചസാര, ഇവിടെ ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇടാം. അതിനുശേഷം പാൽ തിളപ്പിച്ച് ആറ്റി തണുത്ത പാൽ, അല്ലെങ്കിൽ കവറോടി നമ്മൾ കായ്ച്ചാത്ത പാലെടുക്കാം, അല്ലെങ്കിൽ കവറോട് കൂടി ഫ്രീസറിൽ വച്ചിട്ട് ആ കട്ടകളായിട്ട് നമുക്ക് ഇട്ട് അടിക്കാം. അങ്ങനെ നമുക്ക് അടിച്ചെടുത്ത് വച്ചിട്ടുണ്ട്. ഈ അടിച്ചെടുത്ത പാലിലേക്ക് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ച് നമുക്ക് ഒന്നുകൂടി അടിച്ചെടുക്കാം. ഞാനിവിടെ ഒരു മസ്ക് മിലൻ ഫ്രൂട്ടിന് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 കവർ പാലുമാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് അടിക്കാം, അല്ലെങ്കിൽ ഐസ് വാട്ടർ ഇട്ടും അടിക്കാം. ഇത് കുറച്ചുകൂടി തിക്കായിരിക്കും. വേണമെങ്കിൽ ലിക്വിഡായിട്ട് ആവശ്യമുള്ളവർക്ക് കുറച്ച് ഐസ് വാട്ടറും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം. ഇവിടെ കുറച്ച് സബ്ജ സീഡ്സ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇടാം. ഓരോ ടീസ്പൂൺ ഇട്ടിട്ട് ഈ മസ്ക് മിലൻ അടിച്ചു വെച്ച പ്യൂരി നമുക്ക് അതിലേക്ക് ഒഴിക്കാം. ഈ സമ്മർ സീസണിൽ നമുക്ക് എത്ര തന്നെ ജ്യൂസ് കുടിച്ചാലും നമുക്ക് മതിയാവില്ല. ഇങ്ങനത്തെ ജ്യൂസൊക്കെ കുടിക്കുമ്പം നമുക്ക് തണുപ്പിന് തണുപ്പും നല്ല ബെനിഫിറ്റ്സും കിട്ടും, നല്ല ഫില്ലിങ്ങും ആയിരിക്കും. നമുക്ക് രാവിലെ ഒരു 11:30 മണിക്ക് ഇത് കുടിക്കുമ്പം നമുക്ക് നല്ല ഒരു ഫില്ലിങ്ങും തണുപ്പുമായിരിക്കും. ഇതിൽ ഞാൻ ഐസ് ക്യൂബ്സ് ഒന്നും ഇട്ടിട്ടില്ല. ഐസ് ക്യൂബ് ആവശ്യമുള്ളവർക്ക് ഐസ് ക്യൂബും കൂടി ഇട്ട് സെർവ് ചെയ്യാൻ പറ്റിയതാണ്. നമ്മുടെ മസ്ക് മിലൻ മിൽക്ക് ഷേക്ക് റെഡിയായി. ട്രിവാൻഡ്രം സ്റ്റൈല് നൊങ്ക് സർബത്ത് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് നൊങ്കാണ്. 1 ഗ്ലാസ്സിനാണെങ്കിൽ നമുക്ക് 1 നൊങ്ക് മതി. ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് എത്രയാണോ നമുക്ക് വേണ്ടത് അത്രയ്ക്കും നൊങ്ക് എടുത്താൽ മതി. ചിലതിൽ 2 കണ്ണുണ്ടാവും, ചിലതിൽ 3 ഉണ്ടാവും. അപ്പോൾ നമ്മൾ പൊട്ടിച്ച് നോക്കിയിട്ട് വേണം നമുക്ക് എടുക്കാൻ. കൂടുതലിട്ടാലും ഒരു കുഴപ്പമില്ല, ശരീരത്തിന് നല്ലതാണ്. നൊങ്ക് വളരെ നല്ലതാണ് ശരീരത്തിന്. ഉച്ച മുതൽ പാദം വരെ നമുക്ക് തണുപ്പിക്കാൻ പറ്റിയ ഒരു ഇൻഗ്രീഡിയൻ്റാണ്. ഇയற்கைയായിട്ട് നമുക്ക് നേച്ചറായിട്ട് നമുക്ക് തരുന്ന ഒരു ആഹാരമാണ് നൊങ്ക്. നൊങ്കും അതിലുള്ള വാട്ടറും നമുക്ക് ശരീരത്തിന് വളരെ നല്ലതാണ്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റും വിറ്റാമിൻസും എല്ലാം ഉള്ളതാണ്. ഗർഭിണികൾക്ക് വളരെ ഉത്തമമാണ്. എല്ലാ ഏജുകാർക്കും പറ്റിയ ഒരു സാധനമാണ് നൊങ്ക്. ഈ ഹീറ്റ് സമയത്ത് സമ്മറിലൊക്കെ നമുക്ക് ചിക്കൻ ബോക്സ്, മീസിൽസ് ഇങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് അത് വരാതിരിക്കാനും വന്ന ശേഷം ട്രീറ്റ്മെൻറ്റിനായിട്ട് നമുക്ക് ഈ നൊങ്ക് നമുക്ക് കഴിക്കാം. ഈ നൊങ്ക് പൊട്ടിച്ചെടുത്ത് നമുക്ക് വാങ്ങിക്കുന്ന കടയിൽ തന്നെ അവർ പൊട്ടിച്ച് തരും, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ വാങ്ങിച്ചിട്ട് വന്നിട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ പൊട്ടിച്ചെടുക്കുമ്പം നമുക്ക് ഇതുപോലെ ജെല്ലി പോലെ കിട്ടും. ഇതിൽ കുറച്ച് ക്രീം കളറിലുള്ള ഒരു സ്കിന്നുണ്ടാവും. അതും ശരീരത്തിന് നല്ലതാണ്. അതും ഒരുപാട് വൈറ്റമിൻസൊക്കെ ഉള്ളതാണ്. അത് ചെറിയ കയ്പുണ്ടാവും. കയ്പെന്ന് പറഞ്ഞാൽ കസപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്കത് ഇഷ്ടമല്ലാത്തവർക്ക് അത് ഇളക്കി മാറ്റാം, ഇഷ്ടമുള്ളവർക്ക് അത് അങ്ങനെ തന്നെ ഇടാം. ഇത് കുറച്ചൊക്കെ ഇളക്കി മാറ്റിയിട്ടുണ്ട്. അല്ലാതെ തന്നെ നമുക്ക് ഇടുകയും ചെയ്യാം. ഇനി വേണ്ടത് റോബസ്റ്റ അല്ലെങ്കിൽ ചെറുപഴം, അല്ലെങ്കിൽ നമ്മൾ രസകദളി, ഞാലിപ്പൂവൻ, രസകദളി എന്ന് പറയുന്ന പഴം, പിന്നെ ലെമൺ വേണം, പിന്നെ വേണ്ടത് നന്നാരി സർബത്ത്, പിന്നെ കുറച്ച് ഐസ് ക്യൂബും ഐസ് വാട്ടറും കൂടി നമുക്ക് വേണം. ഞാനിവിടെ ഐസ് വാട്ടർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം.
നൊങ്ങിൻ്റെ ആ സത്തിൻ്റെ കൂടെ 3 രസകദളിപ്പഴം എടുത്തിട്ടുണ്ട്. ഒരു സ്മാഷർ വെച്ച് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് സ്മാഷ് ചെയ്യണം. മിക്സിയിലിട്ട് അടിക്കുന്നവർക്കും മിക്സിയിലിട്ട് അടിക്കാം. ഒരുപാട് നൈസായിട്ട് അടിക്കേണ്ട, നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. കുറച്ച് കടിക്കാൻ കിട്ടണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. കുറച്ച് നന്നാരി സർബത്ത്, ഇത് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. കേരളത്തും എല്ലാ സ്ഥലത്തും ഇപ്പോൾ കിട്ടുന്നുണ്ട്. അവരവരുടെ മധുരത്തിനനുസരിച്ച് ഈ നന്നാരി സർബത്ത് ഒഴിക്കണം. എല്ലാം കൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പകുതി മിക്സിയിലടിച്ചും പകുതി സ്മാഷ് ചെയ്തും വച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ 3 നാരങ്ങയുടെ ജ്യൂസും കൂടി ഒഴിക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ സർബത്ത് റെഡി ഇതാക്കി മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ അസംബിൾ ചെയ്യാമെന്ന് നോക്കാം. ഇത് ഇത്രയ്ക്കും പേസ്റ്റ് രൂപത്തിലാകേണ്ട കാര്യമില്ല. കുറച്ച് കടിക്കുന്ന രീതിയിൽ കിട്ടിയാലും മതി. ഇത് ഇടയ്ക്കിടയ്ക്ക് നൊങ്ക് കടിക്കുന്ന രീതിയിൽ ഇട്ടിട്ടുണ്ട്. സെർവിങ് ഗ്ലാസ് എടുത്ത് വച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇവിടെ സബ്ജ സീഡ്സ് കുതിർത്ത് വച്ചിട്ടുണ്ട്. ഓരോ ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സും. ആക്ച്വലി ഇത് വലിയ ഗ്ലാസ്സിലാണ് നമ്മൾ സെർവ് ചെയ്യേണ്ടത്. എൻ്റെ കയ്യിൽ ഇത്രയും ടാലായിട്ടുള്ള ഗ്ലാസ്സേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്ലാസ്സിൽ സെർവ് ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിൽ വലിയ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിൽ സെർവ് ചെയ്താൽ മതി. ഇത് സബ്ജ സീഡ്സും ഒരു ലെയർ നൊങ്കും പഴവും ലെമനും നന്നാരി സർബത്തും അടിച്ച ഇതും ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ഇടാം. വെള്ളം ഞാനിവിടെ ഐസ് വാട്ടറാണ് ചേർക്കുന്നത്. ഇത് നല്ല ഫില്ലിംഗ് ആയിട്ടും ടേസ്റ്റായിട്ടും നല്ല കൂളായിട്ടുമുള്ള ഒരു ഡ്രിങ്കാണ്. ട്രിവാൻഡ്രത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ശർബത്ത് കിട്ടാറുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് പഴത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ പഴം സ്കിപ്പ് ചെയ്യാമെന്നുള്ളതാണ്. പക്ഷേ നൊങ്കും ഈ സബ്ജ സീഡ്സും പഴം വേണമെങ്കിൽ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തും ഇടാം. നൊങ്കും സബ്ജ സീഡ്സും നന്നാരി സർബത്തും ഇതിൽ മസ്റ്റാണ്. ഐസ് വാട്ടർ, ഐസ് ക്യൂബ് വേണമെങ്കിൽ ഐസ് ക്യൂബ് ഇടാം. നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈൽ നൊങ്ക് സർബത്ത് റെഡിയായി. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത മസ്ക് മിലൻ മിൽക്ക് ഷേക്കും ഈ നൊങ്ക് സർബത്തും വളരെ ടേസ്റ്റിയും എനർജറ്റിക്കുമായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൺ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പീസും റിവ്യൂസും വ്ളോഗ്സും എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്.